ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ബോട്ടിയും പൂളയുമാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടി എടുക്കുക. ഇതിലേക്ക് നിങ്ങളെടുത്ത ഇറച്ചിയുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവ എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗവും കൈകൊണ്ട് നന്നായി തിരുമ്മി മസാല പിടിപ്പിക്കുക. അതിനുശേഷം കുക്കർ മൂടി വെച്ച് ചെറുതീയിൽ 4-5 വിസിൽ വരെ വേവിക്കുക. ഇനി ഇതിന് മസാല തയ്യാറാക്കുവാനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. അത് ചെറുതായി മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണം നന്നായി പോയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ഉള്ളി ഏകദേശം വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കുക. ഇത് നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ബീഫ് മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ എല്ലാം ചേർത്ത ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതീയിൽ ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 1-2 മിനിറ്റ് വേവിക്കുക.
ഇപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറുതീയിൽ 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ബോട്ടി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബോട്ടിയും പൂളയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും മല്ലിയിലയും ചേർത്ത് വിളമ്പുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.